മോഹിനിയാട്ടം കലാകാരൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ നൃത്താധ്യാപിക സത്യഭാമ കോടതിയിൽ ഹാജരായി. കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരം SC/ST കോടതിയിലാണ് ഹാജരായത്. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, അന്ന് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഓർമ്മയുണ്ട് സത്യഭാമ നടത്തിയ ജാതി അധിക്ഷേപം, വർണ്ണവറി എല്ലാം. എന്താണ് ഇന്ന് കോടതിയിലെ നടപടിക്രമങ്ങൾ? സത്യഭാമ എപ്പോഴാണ് ഹാജരായത്? അല്പസമയം മുൻപാണ് സത്യഭാമ നെടുമങ്ങാട് SC/ST കോടതിയിൽ ഹാജരായത്. RLV രാമകൃഷ്ണനെതിരെയുള്ള ജാതി അധിക്ഷേപത്തിലാണ് നൃത്താധ്യാപക സത്യഭാമ കോടതിയിൽ ഹാജരായത്. കേസ് പരിഗണിക്കുന്നത് നെടുമങ്ങാട് SC/ST കോടതിയിലാണ്. ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തന്നെ ഒരാഴ്ചക്കുള്ളിൽ കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശപ്രകാരമാണ് സത്യഭാമ ഇപ്പോൾ നെടുമങ്ങാട് SC/ST കോടതിയിൽ ഹാജരായിട്ടുള്ളത്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് RLV രാമകൃഷ്ണനെതിരെ സത്യഭാമ ഇത്തരത്തിൽ വളരെ മോശമായ തരത്തിൽ ജാതി അധിക്ഷേപവും വർണ്ണവെറിയും ഒക്കെ അടങ്ങുന്ന ഒരു പരാമർശം നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് RLV രാമകൃഷ്ണൻ നൃത്താധ്യാപക സത്യഭാമയ്ക്കെതിരെ കേസ് നൽകിയിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ നൃത്താധ്യാപിക സത്യഭാമ നെടുമങ്ങാട് SC/ST കോടതിയിൽ ഹാജരായിട്ടുള്ളത്. ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. സുലേഖ, അന്ന് ഈ യൂട്യൂബിൽ നടത്തിയ പരാമർശങ്ങളോട് അതിൽ പ്രതികരണം എടുക്കാൻ മാധ്യമപ്രവർത്തകർ ചെന്നപ്പോൾ അന്ന് സത്യഭാമ നടത്തിയ മോഹിനിയാട്ടം എല്ലാവരും കണ്ടതാണ്. കാരണം അന്ന് അത്തരത്തിൽ വലിയ തരത്തിൽ ആ ജാതി അധിക്ഷേപം അടക്കം വീണ്ടും നടത്തുന്ന സാഹചര്യം, മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും പ്രതികരണം സത്യഭാമയുടേതായി ആരാഞ്ഞോ? എന്തെങ്കിലും മറുപടി സത്യഭാമ പറഞ്ഞോ? തീർച്ചയായും സിജു, വലിയ രീതിയിലുള്ളൊരു ജാതി അധിക്ഷേപം അല്ലെങ്കിൽ താൻ വലിയൊരാള് ആണെന്നുള്ള ഒരു അഹംഭാവം തന്നെയാണ് പലപ്പോഴായി സത്യഭാമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് നമ്മൾ നേരത്തെ തന്നെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. അന്ന് നമ്മൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് മുൻപ് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സത്യഭാമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് വീണ്ടും ഈ കോടതി വളപ്പിൽ വെച്ച് സത്യഭാമയോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ആരാഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, മാറ്റമില്ലാതെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സത്യഭാമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഒരു താൻ നടത്തിയ ഒരു പരാമർശം അത് മോശമാണെന്ന് ഇതുവരെയും സത്യഭാമയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ വളരെ വർണ്ണവെറിയേറിയ ജാതി അധിക്ഷേപമാണ് സത്യഭാമ RLV രാമകൃഷ്ണനെതിരെ നടത്തിയത്. അത് സമൂഹത്തിന് തന്നെ നമ്മളുടെ ഒരു സമൂഹത്തിലൊരു മോശമായ ഒരു വാക്ക് തന്നെയാണ് സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ശരി, സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സത്യഭാമയ്ക്ക് ആ പറഞ്ഞതിൽ തന്നെ RLV രാമകൃഷ്ണനെതിരായി നടത്തിയ അധിക്ഷേപത്തിൽ നിന്ന് പിന്നോട്ടിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സത്യഭാമ പറഞ്ഞത്. ഏതായാലും ഇന്ന് SC/ST കോടതിയിൽ ഇപ്പോൾ സത്യഭാമ ഹാജരായിരിക്കുകയാണെന്ന് ജാമ്യത്തിന് അപേക്ഷ സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സുലേഖ ശശികുമാർ നൽകിയത്.